إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഏകദേശം 3-3.5 വയസ്സ് പ്രായം മുതൽ നമ്മുടെ കുട്ടികളുടെ ഔദ്യോഗികമായ പഠനകാലം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും പ്രീ സ്കൂളുകൾ മുതൽ ആരംഭിക്കുന്ന ആ പഠന ജീവിതത്തിൽ പ്രവൃത്തി ദിവസങ്ങളിലെ പകൽ സമയത്ത് സുദീർഘമായ മണിക്കൂറുകൾ നമ്മുടെ കുട്ടികൾ ചെലവഴിക്കുന്നത് കലാലയങ്ങളിലാണ്. അവരുടെ അധ്യാപകരും സഹപാഠികളും ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളുമാണ് വീടിനേക്കാൾ അവരുടെ പകൽ സമയങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലോ വ്യക്തിത്വ വികാസത്തിലോ രക്ഷിതാക്കളായ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല എന്ന ഒരു മിഥ്യാധാരണയിലൂടെയാണ് ഇന്ന് പല മാതാപിതാക്കളും കടന്നു പോകുന്നത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് കടന്നു പോകുന്നതിന് പകരം ഒരു ഹയർ സെക്കൻഡറി +2 കാലഘട്ടം വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നമ്മുടെ നാടുകളിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ അവരുടെ വേനൽ അവധിക്കാലമാണ്. അവധിക്കാലത്ത് ഈ പറയപ്പെട്ട പ്രായത്തിലുള്ള കുട്ടികൾ നമ്മോടൊപ്പമാണ്. അവരുടെ രാവും പകലും നമ്മോടൊപ്പമാണ്. പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലും ശിക്ഷണത്തിലും നമ്മുടെ പരിചരണത്തിലും നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ കുരുന്നുകളെ, ആ കുട്ടികളെ, ആ കൗമാരപ്രായത്തിലുള്ളവരെ, ആ മക്കളെ ചേർത്ത് പിടിക്കുവാൻ
അവരോടൊപ്പം ഇരിക്കുവാൻ, സംസാരിക്കുവാൻ, സംവദിക്കുവാൻ, അവരുമായി അടുത്ത് ഇടപഴകുവാൻ, മാനസികമായി ചേർന്ന് നിൽക്കുവാൻ, അവരെ നന്മയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാൻ രക്ഷിതാക്കൾക്ക് ഏറ്റവും ശക്തമായ ഉത്തരവാദിത്തവും കടമയുമുള്ള ഒരു സമയവും സന്ദർഭവുമാണ് അവധിക്കാലം എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ അവരോട് പെരുമാറണം എന്നത് വളരെ കൃത്യമായി വ്യക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു പ്രയോഗം സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് അവർ എന്നാണ്. മറ്റൊരു ഭാഗത്ത് ഇതേ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് ഫിത്ന, അവർ നിങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും സമാനമായി പരാമർശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ശത്രുക്കളായി അവർ നിലകൊള്ളുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ്. ഹദീസുകളുടെ പരാമർശം പരിശോധിച്ചാൽ നാളെ പരലോകത്ത് ഒരാൾ സ്വർഗലോകത്തെത്തിക്കഴിയും. സ്വർഗത്തിൻ്റെ ഉയർന്ന സോപാനങ്ങളിലേക്ക്, ഉന്നതമായ മേടങ്ങളിലേക്ക് അയാളെ കൊണ്ടുപോകും. ആ സ്വർഗത്തിൽ അയാൾക്ക് ഔന്നിധ്യം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെടും. ഇത്രമേൽ അനുഗ്രഹീതമായ ഒരു പാരത്രിക ജീവിതത്തിന് മാത്രം ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്? എൻ്റെ ജീവിതത്തിൽ ഇത്രയൊന്നും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പ്രാപ്തമായ അമലുകളോ ഇബാദത്തുകളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അയാളുടെ സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ട് അയാളോട് പറയും, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ ജീവിതകാലത്തും മരണശേഷവും നിന്റെ സ്വാലിഹായ മക്കൾ നിനക്ക് വേണ്ടി നിർവഹിച്ച ഇസ്തിഗ്ഫാർ, നിനക്ക് വേണ്ടി നടത്തിയ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്കുള്ള പ്രതിഫലമാണ്, ആ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യുത്തരമാണ് സ്വർഗലോകത്തിലെ ഈ ഉയർന്ന സാഹചര്യങ്ങളെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ സ്വാലിഹാവുക എന്നത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സ്വാലിഹുകളാക്കുക, അവരെ ആരോഗ്യമുള്ളവരാക്കാം, അവർക്ക് ആവശ്യമായ ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒരുക്കാം, അവരിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവർക്ക് നൽകാം, അവർ ചോദിക്കുന്ന കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ജീവിതത്തിലേക്ക് ആവശ്യമായ ഗാഡ്ജറ്റുകളും നൽകാം. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങളെ, കുടുംബങ്ങളെ സ്വാലിഹുകളാക്കുക? അതിൻ്റെ മാർഗം വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ജീവിത നിലപാടുകളുമായി കഴിയുന്നതോടൊപ്പം വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നരകത്തിന് ഇട്ടുകൊടുക്കരുത്, നരകത്തിന് വിട്ടുകൊടുക്കരുത്. നരകശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തടഞ്ഞു നിർത്തണം എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, അവരെ ഞാൻ നരകത്തിൻ്റെ തീജ്വാലകൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ജീവിതത്തിന് ഇസ്ലാമികമായ ഒരു അടുക്കും ചിട്ടയും കടന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. പുതിയ തലമുറയെക്കുറിച്ച് പലരും വാചാലരാണ്. പുതിയ തലമുറയുടെ ജീവിത രീതികൾ, പ്രതികരണങ്ങൾ, സ്വഭാവങ്ങൾ അത് കൈവിട്ടു പോകുന്നു എന്ന ആക്ഷേപമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിലെ നന്മകളെപ്പോലും കാണാതെ, അവരിലെ സ്വഭാവ നൈർമല്യങ്ങളെപ്പോലും തിരിച്ചറിയാതെ ഇന്ന് പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന പലതരത്തിലുള്ള തിന്മകളാണ് നമ്മുടെ സംസാരങ്ങളിലും ചർച്ചകളിലും കടന്നു വരാറുള്ളത്. ഇവിടെ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നമ്മുടെ കുടുംബത്തോട്, പ്രത്യേകിച്ച് മക്കളോട് ഈ അവധിക്കാലത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിർവഹിക്കുവാനുള്ള കൃത്യമായ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ഒരു സൂചന പോലെ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുകയാണ്.
31 അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ എന്ന സാത്വികനായ പിതാവ് തൻ്റെ മകനെ യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പൊന്നുമോനെ എന്ന് അഭിസംബോധന ചെയ്ത് സ്നേഹത്തോടെ അദ്ദേഹം നൽകുന്ന ചില ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നു. ആ ഉപദേശങ്ങളടക്കം ഒരു 10-11 മേഖലകൾ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ട, രക്ഷിതാക്കളുടെ സജീവമായ ഇടപെടലുകൾ ആവശ്യമായ ചില മേഖലകളുണ്ട്. ഒന്നാമത്തെ മേഖല ശിർക്കിനെ കുറിച്ചുള്ള ബോധമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ മകനെ, എന്നെ പടച്ചത് രാജാതിരാജനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ജീവിതത്തിലെ മുഴുവൻ ഇബാദത്തുകളും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ നീ നിന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നാലും നീ ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഇസ്തിഗാസ നടത്തേണ്ടത് ഏകനായ റബ്ബിനോടാണ്. അള്ളാഹുവിനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, അവനാണ് നിന്റെ ആരാധനകൾ സമർപ്പിക്കേണ്ടത് എന്ന ബോധം തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ തലമുറയിൽ ആത്മീയതയുടെ പേരിൽ ജാറങ്ങളിലേക്കും മഖബറകളിലേക്കും കടന്നു പോകുന്ന ആളുകളുണ്ട്. ഒരു പ്രയാസമുണ്ടായാൽ ആരെങ്കിലും മന്ത്രിച്ചൂതിത്തരുന്ന ചരടുകൾക്ക് വേണ്ടി ജീവിതത്തെ ഹോമിക്കുന്ന ആളുകളുണ്ട്. ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകളുടെ വാചാലതകൾക്ക് വിധേയരായിക്കൊണ്ട് വീടുകളിലെ പ്രസവം മുതൽ വാക്സിനേഷനോടുള്ള വിരക്തി വരെ മതത്തിൻ്റെ ബാനറിൽ അതിൻ്റെ സാമൂഹികമോ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചുള്ള അനാലിസിസ് അല്ല, മറിച്ച് അതൊക്കെ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിൻ്റെ ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് ചികിത്സകളോട് പുറംതിരിഞ്ഞുകൊണ്ടുള്ള ഹോമങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ഉമ്മത്തിന് ആത്മീയ ചൂഷണങ്ങളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഒരൊറ്റ മാർഗം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, ശിർക്കിന്റെ അപകടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. അത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. രണ്ടാമത്തെ കാര്യം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, രക്ഷിതാക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് അല്ലാഹു ഒരു ഗൗരവമായ ഉപദേശം നൽകിയിട്ടുണ്ട്. ഉപ്പയോടും ഉമ്മയോടുമുള്ള ബാധ്യത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുഷ്കാലത്ത് പൊന്നിൽ കുളിപ്പിച്ചാലും അവരിഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര നടത്തിയാലും അത് പൂർണ്ണമാവുകയില്ല. ഹറമിന്റെ പരിസരത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിശ്രമിക്കുമ്പോൾ ഒരാൾ തൻ്റെ മാതാവിനെ ചുമലിലേറ്റി തവാഫ് ചെയ്യുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബിയെ കണ്ട് ഈ വ്യക്തി ചോദിക്കുന്നു, ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ ചുമലിലേറ്റി ഈ കഅബാലയം തവാഫ് ചെയ്യുന്നു, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുന്നു, ഈ ഉംറ ഞാൻ പൂർത്തിയാക്കുകയാണ്. എൻ്റെ ഉമ്മയെ ചുമലിലേറ്റി പ്രയാസപ്പെട്ട് ഞാൻ നടത്തുന്ന ഈ പ്രവർത്തനത്തിലൂടെ ഒരായുഷ്കാലത്ത് എൻ്റെ ഉമ്മയോട് ചെയ്യാനുള്ള ബാധ്യതകൾ പൂർണ്ണമാവില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച ആ സ്വഹാബി പറഞ്ഞത്. ഹദീസുകളിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ അടിമകളായി ഏതെങ്കിലും അടിമച്ചന്തയിൽ ഏതെങ്കിലും യജമാനന്റെ കീഴിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കുന്നതായി കാണുന്നു. അവരെ പണം കൊടുത്ത് നിങ്ങൾ മോചിപ്പിച്ചാലല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ അവരോടുള്ള ബാധ്യതകൾ തുല്യമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മക്കൾ രക്ഷിതാക്കൾക്ക് നേരെ കൊമ്പ് കോർക്കുന്ന കാലമാണ്, കൊലക്കത്തിയുമായി ചുറ്റുകയുമായി കടന്നു വരുന്ന കാലമാണ്. ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ രക്ഷിതാക്കളെ അവരുടെ മനസ്സിൻ്റെ കനിവും കിനിവും നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവരുടെ മനസ്സുകളിൽ കുത്തിവെക്കുവാൻ നമുക്ക് സാധിക്കണം എന്നത് ഈ അവധിക്കാലത്ത് പ്രത്യേകമായി നാം ഓർക്കേണ്ടതാണ്. മൂന്നാമത്തെ മേഖല രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഞാൻ എന്ത് ചെയ്താലും അള്ളാഹു ആ തെറ്റുകുറ്റങ്ങൾ നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കും. സകല തിന്മകളും രഹസ്യമായി ചെയ്ത പാപങ്ങളും അള്ളാഹു പ്രദർശിപ്പിക്കുന്ന വിചാരണ നാളിനെ
അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടാകണം. ചില രക്ഷിതാക്കൾ പറയും, മകന്റെ കയ്യിൽ ഫോണാണ്, 10-12 മണിക്കൂർ ഫോണിലാണ്, രാത്രി 2 മണിക്ക് ഓൺലൈനിലാണ്, അവൻ എവിടേക്കെയാണ് പോകുന്നത്, ആരോടൊക്കെയാണ് ചെങ്ങാത്തം കൂടുന്നത്, ഞാൻ എങ്ങനെ ഇടപെടും, ഞാൻ എങ്ങനെ നിയന്ത്രിക്കും, ഞാൻ ഹെൽപ്ലെസ് ആണ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. നിങ്ങളുടെ മക്കളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പകർന്നു കൊടുക്കുക. രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധം നിങ്ങളുടെ മക്കളിലേക്ക് പ്രാർത്ഥനാപൂർവം സന്നിവേശിപ്പിക്കുക. അതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക. അതല്ലാതെ അവർ പോകുന്നിടത്ത് പിന്നാലെ നടക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കില്ല. മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് നിരീക്ഷിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ബാത്റൂമിലേക്ക് പോലും അവർ ഫോൺ കൊണ്ടുപോകുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിന്റെ ഉള്ളറകൾ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ സാധ്യമല്ല. അവർക്ക് നിങ്ങൾ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് ഇസ്ലാമികമായ ഒരു ബോധം പകർന്നു നൽകിയാൽ തീർച്ചയായും അവരുടെ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയുക. 4-മതായി രക്ഷിതാക്കൾക്കുള്ള ബാധ്യത അവരുടെ ആരാധനകൾ ക്ഷമാപൂർവം നിർവഹിക്കുവാനും ദഅവാ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാനും പ്രേരിപ്പിക്കുക. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക. ഓരോ മേഖലകൾ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് പകർന്നു കൊടുത്തത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവധിക്കാലത്ത് 5 വക്ത് നമസ്കാരത്തിന്റെ സമയത്തും നമ്മുടെ മക്കൾ നമ്മോടൊപ്പമാണ്. ആരാധനകൾ കുറ്റമറ്റ രൂപത്തിൽ കൃത്യതയോടെ നിർവഹിക്കുക എന്നത് മിനിമം അജണ്ടയാവണം. മക്കള് നേരത്തെ ഉറങ്ങട്ടെ, സുബ്ഹിക്ക് നേരത്തെ എഴുന്നേൽക്കട്ടെ. ഓക്സ്ഫോർഡിലെ ലിങ്കൻ കോളേജിലേക്ക് 1898 മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉപരിപഠനത്തിന് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് നൽകിയ ഒരു ഉപദേശമുണ്ട്. ഇംഗ്ലണ്ടിലെ തണുത്ത പ്രഭാതങ്ങളിൽ മൂടി പുതച്ചുറങ്ങാൻ നീ ആഗ്രഹിക്കുന്ന തണുപ്പുള്ള രാത്രികളിൽ നീ തഹജ്ജുദ് നഷ്ടപ്പെടുത്തരുത് എന്ന്. ഒരു മകന് വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകുമ്പോൾ ഒരു മാതാവ് ദീനീ ബോധത്തിൽ ചാലിച്ച വസിയ്യത്ത് നൽകിയത് ഇന്നലകളുടെ ചരിത്രങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് നമസ്കാരമെന്ന ജമാഅത്തായി നിർവഹിക്കുന്ന ഒരു ആരാധനയാണ്. ആ രംഗത്ത് നമ്മുടെ മക്കളുടെ സാന്നിധ്യം വേണം. സ്കൂളുള്ള ദിവസം അവരുടെ ളുഹുറും അസ്റും നമുക്കറിയില്ല. വെള്ളിയാഴ്ച പോലും നമ്മുടെ പല കുട്ടികളും പള്ളിയിലേക്ക് പോകുന്നില്ല. അവർ നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് ന്യായം പറയുന്നവർ അവധിക്കാലത്ത് നമ്മുടെ മക്കൾ സമയബന്ധിതമായി നമസ്കരിക്കുന്നു എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. അവരുടെ സമയം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. മോറൽ സ്കൂളുകൾ, ഇസ്ലാമിക് റിലീജിയസ് ക്യാമ്പുകൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള വിവിധ പ്രോഗ്രാമുകൾ, റെസിഡൻഷ്യൽ സ്വഭാവത്തിലും അല്ലാത്തതുമായ ധാർമ്മിക പഠന സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. 5-മതായി നാം ശ്രദ്ധിക്കേണ്ട മേഖല വിനയമുള്ള ജീവിതം. വലാ തുസഗിർ ഹദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. അഹങ്കാരത്തിന്റെ ആ കണികയില്ലാത്ത ഒരു ജീവിതം, ഒരു ഡൗൺ ടു എർത്ത് എന്ന് പറയാവുന്ന വിനയമുള്ള ജീവിതം, ആളുകളോട് പുഞ്ചിരിക്കുന്ന പെരുമാറ്റം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. ഇൻസ്റ്റഗ്രാമിന്റെ തലമുറയുടെ വിചാരം ഞെളിഞ്ഞു നിന്ന് മസിൽ പിടിച്ച് നടന്ന് പുഞ്ചിരിക്കാതെ നടക്കുന്നത് ആറ്റിറ്റ്യൂഡാണ് എന്നാണ്. അത് കണ്ട് അതിന് BGM ഇട്ട് നടക്കുന്നത് അതിൽ കോൾമയർ കൊള്ളുന്ന ഒരു തലമുറയാണ്. മനുഷ്യനെ കണ്ടാൽ പുഞ്ചിരിക്കാൻ, വീട്ടിൽ വരുന്ന അതിഥിയെ കണ്ടാൽ അവരോട് സംസാരിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണം. നമ്മുടെ കുട്ടികൾക്ക് നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും വിനയമുള്ള ലക്ഷണങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. അവൻ്റെ ബോഡി ലാംഗ്വേജ്, അതിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. മനുഷ്യരോട് മോട്ട് കാണിക്കുന്ന അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളുമായി ജീവിക്കുന്ന അത്തരം ശബ്ദങ്ങൾ പോലും ഇസ്ലാം നിഷിദ്ധമായി പറഞ്ഞു എന്നത് ആ ആയത്തുകളിൽ നമ്മൾ കാണുകയാണ്. പരിസരബോധം, ഔചിത്യബോധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവണം. ഈ തലമുറ ഇങ്ങനെയാ എന്ന് പറഞ്ഞു പോവുകയല്ല. നമ്മുടെ കുട്ടികൾ നമുക്ക് ജീവനുള്ള ആരോഗ്യമുള്ള കാലത്ത് അവരെ ശരിപ്പെടുത്തുക എന്ന അവരുടെ യഥാർത്ഥ മെന്റർ എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. 6-മതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരുടെ ഊർജവും എനർജിയും പാഴാവുന്ന തിന്മകളെ തൊട്ട് തടയുകയും ചെയ്യുക. ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു വാചകമുണ്ട്, അല്ലിമു ഔലാദകും അസ്സിബാഹ വറിമായ വറുകൂബൽ ഖൈൽ. നിങ്ങളെ കുട്ടികൾക്ക് അമ്പെയ്യാൻ പഠിപ്പിക്കുക, കുതിര സവാരി പഠിപ്പിക്കുക
പഠിപ്പിക്കുക, നീന്തൽ പഠിപ്പിക്കുക. ഇതേപോലെ നമ്മളെ കാലഘട്ടത്തിൽ ആവശ്യമായ സ്കിൽ, ഇപ്പൊ ഡ്രൈവിംഗ്, പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 18 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് സ്വയം വാഹനം ഓടിക്കാനുള്ള, അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുവാനുള്ള അതിനുള്ള ഒരു പ്രോത്സാഹനം രക്ഷിതാക്കൾ നൽകണം. അതേപോലെ ഈ കറാട്ടെ പോലെയുള്ള ആയോധന കലകൾ നമ്മുടെ ഒരു ശാരീരിക ക്ഷമതയും ആരോഗ്യവും ശക്തിയും നിലനിർത്തുവാൻ ആവശ്യമായ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെയുള്ള ഏതെങ്കിലും പൊതുവായ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായ ഒരു ശിക്ഷണവും പരിശീലനവും പ്രോത്സാഹനവും നൽകുക. മൊബൈൽ ഫോണ് കൂടുതൽ നേരം ഉപയോഗപ്പെടുത്തുന്ന രീതി അത് ശക്തമായി നിയന്ത്രിക്കാം. ഒരു 1-2 മണിക്കൂറിനപ്പുറത്ത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ആവശ്യമില്ല. പഠനത്തിനും ആവശ്യമില്ല, അല്ലാത്തതിനും ആവശ്യമില്ല. അത് നമ്മൾ നിയന്ത്രിക്കാം. അത് ബലം കാണിച്ച് പിടിച്ചു വെക്കല്ല, മറിച്ച് മറ്റു നന്മകളിൽ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാൻ അവരെ പ്രാപ്തമാക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി നിർത്താനും സ്ക്രീൻ ടൈം കുറക്കുവാനും അവർക്ക് സാധിക്കും. 7ാമത്തെ കാര്യം, നമ്മുടെ കുടുംബങ്ങൾ, ആരൊക്കെയാണ് കുടുംബക്കാരെന്ന് നമ്മുടെ മക്കൾക്കറിയണം. പല കല്യാണ വീടുകളിലും പോയാൽ ചില ആൾക്കാരിങ്ങനെ പരിചയപ്പെടും, ഇന്ന അറിയോ? അപ്പം ആ കുട്ടി ഓനറിയില്ല, ഓൻ പ്രയാസപ്പെടും, പ്രതികരിക്കാൻ കഴിയൂല, ഇന്നൊന്നും എനിക്ക് അറിയില്ലല്ലേ, ഞാനൊക്കെ എൻ്റെ കുടുംബമാണ് എന്ന് പറയുന്ന ചില നെഗറ്റീവ് വൈബുകൾക്കപ്പുറത്ത് രക്ഷിതാക്കൾ മക്കളെ കല്യാണത്തിനും ഫങ്ഷൻസിനും കൊണ്ടുപോകുമ്പോൾ, മരണ വീടാണെങ്കിൽ പോലും ആ കുടുംബത്തിലുള്ള ആളുകളെ, ഉപ്പ വഴിക്ക് ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് ബന്ധുക്കളുള്ളത്, അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ചേർത്തുന്ന കുടുംബത്തിൻ്റെ വേരുകൾ നിങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം. കാരണം അത് കുടുംബങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കും, സമ്പത്തിൽ അഭിവൃദ്ധി നൽകും, നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വാചകം കാണാം, തഅല്ലമു അൻസാബകും. നിങ്ങളെ കുടുംബത്തിൻ്റെ വേരുകളൊക്കെ ഒന്ന് പരസ്പരം പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ, ഇപ്പം 2 ആൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർ കുടുംബ ബന്ധമുള്ളവരാണ് എന്നൊരു വാക്ക് ചിലപ്പോൾ സഹായകമാവും. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, ചിലപ്പോൾ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കേസോ ഹോസ്പിറ്റലിൽ എത്തിയ ആക്സിഡൻറ്റ് കേസൊക്കെ ഉണ്ടാകുമ്പം എന്നാ ഒന്ന് വർത്തമാനം പറയണമല്ലോ, ഇത് ശരിയാവില്ലല്ലോ, വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിലെ കാരണവന്മാരോ ചൊടിയുള്ളവരൊക്കെ ഒന്ന് വരും. അവിടെ എത്തുമ്പോൾ ഇങ്ങനെ പേര് പറയും, സംസാരിക്കും. അപ്പം നിങ്ങൾ അവിടെ എവിടെ, ഇന്ന സ്ഥലത്താണ്, പാണ്ടിക്കാട് എവിടെയാണ്, അവിടെ ഏതാണ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഇന്ന ആളുണ്ടല്ലോ, ആ അതിൻ്റെ അമ്മയാക്കിയാണ് അല്ലെങ്കിൽ എൻ്റെ മൂത്താപ്പയാണ്, ആ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുടുംബക്കാരാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഒരു ആക്സിഡൻറ്റിൻ്റെ സെറ്റിൽമെൻറ്റ് മാന്യമായി നടത്തുവാൻ ആളുകൾക്ക് സാധിക്കും. വിട്ടുവീഴ്ച കാണിക്കാൻ, മനുഷ്യത്വം കാണിക്കാൻ ആളുകൾക്ക് സാധിക്കും. ഈ പരമ്പര അറിയുമ്പോഴുള്ള ഗുണമാണ് അതിൻ്റെ സൂചന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പകർന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 8ാമത്തെ കാര്യം, ഇസ്ലാമിന് നിരക്കാത്ത ട്രെൻഡുകൾ അതിന് വ്യാപകമാണ്. ആ ട്രെൻഡുകളുടെ പിന്നാലെ പോകരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. 3-4 ഉദാഹരണം പറഞ്ഞു. നൈറ്റ് ലൈഫ് ഇന്നത് വ്യാപകമാവാ. രാത്രി 2 മണിക്കും 3 മണിക്കും വീട്ടിൽ കുട്ടികൾ കയറി വരാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് 8:30 9 മണിക്ക് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. എങ്ങോട്ടാ പോണ്? എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഗേറ്റിങ്ങളൊരു വെട്ടം കാണും, അത് വണ്ടി വന്നതാണ്, കൊണ്ടുപോവാണ്, എവിടെ പോവാണ് അറിയില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ രാത്രി 2 മണിക്കും 3 മണിക്കും ദീർഘമായ യാത്രകൾ, പല ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ പാലങ്ങളുടെ പരിസരത്ത്, അതേപോലെ പല പ്രദേശങ്ങളിലും ഫുഡ് അങ്ങാടി എന്ന പേരിൽ അവിടെ വെറുതെ വർത്താനം പറഞ്ഞ് സൊറ പറഞ്ഞ് സമയം തുലച്ച് കളയുന്ന, സുബ്ഹില്ലാത്ത, തഹജ്ജുദില്ലാത്ത, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഒരു ജീവിത രീതിയിലേക്ക് ആരോഗ്യം വറ്റിയ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. 2ാമത്തത്, പ്രായപൂർത്തിയായ സ്ത്രീകളുടെ വേഷവിധാനം. ഇപ്പം തട്ടക്കൊടും, തട്ടിട്ടാണ്ട് ആ മഫ്തൻ്റെ അല്ലെങ്കിൽ ആ ഷാളിൻ്റെ ഭാഗം പിറകിലോട്ടാണ്ട് വെക്കും. എന്നിട്ട് ഈ പെണ്ണിൻ്റെ മുൻഭാഗം, അവളുടെ നെഞ്ചിൻ്റെ മാറിൻ്റെ ഭാഗം അതിങ്ങനെ തള്ളി നിൽക്കുന്ന, പ്രകടിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതെന്തോ വലിയ മിസ് ബ്യൂട്ടി കോൺടെസ്റ്റിന് കടന്നു വരുന്ന ആളാണെന്നാണ് വിചാരം. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സംസ്കാരമാണ്. ശിരോവസ്ത്രം, തലയിലുള്ള ആ ശിരോവസ്ത്രം അത് നെഞ്ചിൻ്റെ മുകളിലൂടെ, മാറിൻ്റെ മുകളിലൂടെ അത്
അത് മറച്ചിടുന്ന രൂപത്തിലുള്ള ഒരു വേഷം വേണമെന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. അത് സലഫി മഫ്തിട്ടാലേ പർദ്ദട്ടാലേ ശരിയാവൂ എന്നൊന്നുമില്ല. പക്ഷെ ഈ നിബന്ധന പാലിക്കണം. അതിന് പകരം ഓരോ കുട്ടിക്കുപ്പായം പോലെയുള്ള കുട്ടിഷാളുകളും ഇട്ട് ശരീരത്തിൻ്റെ നിമ്നോന്നതകൾ പ്രദർശിപ്പിച്ച് നടക്കുന്നത് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഉമ്മമാരിൽ, സഹോദരിമാരിൽ, ഭാര്യമാരിൽ അത്തരം പ്രവണതയുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി തിരുത്തണം. മൂന്നാമത്തത് ട്രെൻഡുകളാണ്. ചില ട്രെൻഡ് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കുട്ടികൾ പോകുമോ എന്ന് ബേജാറാണ്. ചില ഗ്രൂപ്പുകളുണ്ട്, അവർ പറയാണ് ക്യാമ്പ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുക. പരസ്പരം പരിചയമില്ലാത്ത 30-50 ആളുകൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക. ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവസാനം അവർ കുടുംബത്തിലുള്ള ആളുകളെക്കാൾ ഹൃദ്യമായ ബന്ധവുമായി കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. പരസ്പരം പരിചയമില്ല, ഒരുമിച്ച് പഠിച്ചിട്ടില്ല, ഒരു പരീക്ഷാ സെന്ററിൽ പോലും ഒരുമിച്ച് പോയിട്ടില്ല, ഒരു മാളിൽ പോലും ഒരുമിച്ച് അവർ സമയം ചെലവഴിച്ചിട്ടില്ല, കണ്ട് പരിചയമില്ല. അവരിങ്ങനെ ഒരുമിച്ച് കൂടുക, പരിചയപ്പെടുക, ആടുക, പാടുക, ചേർന്നിരിക്കുക, ചേർന്ന് കിടക്കുക, അങ്ങനെ അവർ ഒരു പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ സ്ട്രെയിഞ്ചറായ, അപരിചിതരായ ആളുകൾ കൂട്ടുകൂടുന്ന ഒരു സംസ്കാരം, അതൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. 9ാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കണ്ണ് തുറന്ന് കാണാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താ? കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ കുട്ടി അതിൻ്റെ ബ്രാൻഡ് വാല്യൂ നോക്കി അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മുഖം വീർപ്പിക്കാണ്. അവൻ ആവശ്യമുള്ളതെല്ലാം ചോദിച്ചാൽ അതങ്ങനെ കൊടുക്കുകയാണ്. ഈ കുട്ടികൾക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ ബോധ്യപ്പെടുത്തണം. ഫലസ്തീനിൻ്റെ ഗസയുടെ തെരുവുകളിൽ, ഓരോ റെഫ്യൂജി ക്യാമ്പുകളിൽ ആരൊക്കെയോ വെച്ച് നീട്ടുന്ന റൊട്ടി കഷ്ണങ്ങൾക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന കുരുന്നുകൾക്കിടയിലാണ് വയറ് നിറയെ തോന്നിയത് വാരി വലിച്ചു കയറ്റി നമ്മൾ വിശ്രമിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഇവിടെ പട്ടിണി കിടന്നത് കൊണ്ട് പരിഹാരമൊന്നുമില്ല. പക്ഷെ നമ്മൾ അനുഗ്രഹത്തെ ഒന്ന് തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികളെ തീർച്ചയായും നമ്മൾ പ്രാപ്തമാക്കണം. ഇപ്പം ഭിന്നശേഷിക്കാര്, അതേപോലെ രോഗികൾ, നിർധനരായ, അനാഥരായ, അന്തേവാസികളുള്ള പാലിയേറ്റീവ് യൂണിറ്റുകളൊക്കെ സന്ദർശനം നടത്തുന്ന വീടുകൾ, അത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ കൂട്ടി പോവാം. അവർ ജീവിതം കാണട്ടെ, പ്രയാസങ്ങൾ അറിയട്ടെ, തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തിരിച്ചറിയട്ടെ. അവരുടെ മനസ്സുകളിൽ വികാരങ്ങളുടെ നന്മ നിറഞ്ഞ വേലിയേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നത് നാം കൃത്യമായി ഓർക്കുക. 10ാമത്തെ കാര്യം, ആ 10ാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ. എല്ലാവരും സമ്പന്നരാവില്ല. ചില ബിൽഗേറ്റ്സിനെ പോലെയുള്ള ചില ആളുകളൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ മണി ചെയിനിനും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനും പല ആളുകൾ മനുഷ്യന്മാരെ തള്ളിയിടുന്നത്. നീ ദരിദ്രനായി ജനിച്ചത് നിന്റെ കുറ്റമല്ല, പക്ഷെ നീ ദരിദ്രനായി മരിക്കുന്നുവെങ്കിൽ അത് നിന്റെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കാൻ ആളുകൾ അങ്ങനെ പ്രേരിപ്പിക്കുക. ഹലാലും ഹറാമും നോക്കാത്ത അവസ്ഥകൾ ഉണ്ടാക്കുകയാണ്. അവിടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ നമ്മൾ ബോധ്യപ്പെടുത്തണം. അല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോൺ എടുക്കുക, കടമെടുക്കുക, അങ്ങനെ ഒരു നരകിക്കണ ജീവിതം ആവശ്യമല്ല. കൃത്യമായി നമ്മുടെ സാമ്പത്തികാവസ്ഥ നമ്മുടെ ഭാര്യക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും കൃത്യമായി ബോധം ഉണ്ടാവണം. ഇപ്പം കുട്ടികൾക്ക് വാണ്ട്സ്, ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ നീഡ്സ്, ആവശ്യങ്ങളുണ്ട്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റണം. ഐ വാണ്ട് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം വേണം, അത് ഒരു കുട്ടിയുടെ ആഗ്രഹമാണ്, കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ പോഷകമുള്ള ഭക്ഷണം അവന് കിട്ടുക എന്നത് ഒരു വാണ്ടാണ്, അവനിലെ ഒരു ആവശ്യമാണ്. അതവൻ ചോദിച്ചിട്ടില്ലെങ്കിലും രക്ഷിതാക്കൾ അവന് കൊടുക്കണം. ഈ നിലയ്ക്ക് അവൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ആവശ്യങ്ങൾ നിറവേറ്റുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ മുന്നോട്ട് പോകണം. അവസാനത്തെ കാര്യം, 11ാമത്തെ കാര്യം, രക്ഷിതാക്കൾ മക്കൾ ഉള്ളു തുറന്ന ഒരു സംസാരവും സ്നേഹബന്ധവും ഉണ്ടാകണം. ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള ഭക്ഷണം, ആ നിലക്ക് പരസ്പരം ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാവണം. ഫാത്തിമ ബീവി തൻ്റെ വീട്ടിലേക്ക് വിവാഹശേഷം കടന്നു വരുമ്പോൾ റസൂലുള്ള ഇരുന്ന ഇരുപ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വരവിൽ പ്രവാചകന്റെ സന്തോഷം പ്രകടിപ്പിക്കും, പ്രവാചകന്റെ ആനന്ദം പ്രകടിപ്പിക്കും. അല്ലാതെ കുട്ടിയുടെ ചേതനയറ്റ ശരീരം കണ്ട് അപ്പം നിറയ്ക്കേണ്ട കണ്ണുകളല്ല, അപ്പം പ്രകടിപ്പിക്കേണ്ടതല്ല സ്നേഹം. ബാപ്പാനോട് ഒരു കാലത്തും സമാധാനത്തോടെ സംസാരിക്കാതെ ബാപ്പാന്റെ മയ്യത്ത് കാണുമ്പോൾ പൊട്ടിക്കരയുന്ന ആ സമയത്ത് മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നിൻ്റെ പേരല്ല സ്നേഹം. ജീവിക്കുന്ന കാലത്ത് ഉള്ളു തുറന്ന് കലവറയില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കണം. ആ സ്നേഹത്തിന് ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ വീട്ടുകാരാണെന്ന് തിരിച്ചറിയുക. ആ നിലക്ക് അവരോടുള്ള മാനസികമായ, വൈകാരികമായ, മതപരമായ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക. ഈ അവധിക്കാലം നമുക്കതിനുള്ള ഏറ്റവും
അനുകൂലമായ ഒരു സന്ദർഭമാണ്. രക്ഷിതാക്കൾ വളരെ കാര്യബോധത്തോടു കൂടി ഈ രംഗത്തുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും അവ്വലം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബം ഇസ്ലാമികമാവുക എന്നത് നമ്മുടെ ഒരു കൃത്യമായ അജണ്ടയാവണം. നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ, സാമൂഹിക, ആരോഗ്യ രംഗങ്ങൾ, അത് നമ്മൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും അത് നോക്കാനും നിയന്ത്രിക്കാനും വിലയിരുത്താനും സർക്കാർ സംവിധാനം മുതൽ മഹല്ല് സംവിധാനങ്ങൾ വരെ നാട്ടിലുള്ള സാമൂഹിക കൂട്ടായ്മകളടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ സുബ്ഹിക്കുണരണമെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള മക്കൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ, നമ്മുടെ കുട്ടികൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദിക്റുകൾ, അതേപോലെ സ്വലാത്തുകൾ ചെല്ലണമെങ്കിൽ, നമ്മുടെ കുട്ടികൾ സത്യം പറയണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവിടെ രക്ഷിതാക്കൾക്കാണ് ഉത്തരവാദിത്തമുള്ളത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങൾക്കൊക്കെ ചില ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണരംഗത്തെ കോട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വാചാലരാകുന്നതിന് പകരം നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ ഭരണീയരുടെ ക്ഷേമത്തെക്കുറിച്ച്, നമ്മുടെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ അവരുടെ ക്ഷേമത്തെക്കുറിച്ച്, ഇസ്ലാമികമായ സുസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ആ രംഗത്തുള്ള ഉത്തരവാദിത്വത്തിന് നമ്മളല്ലാതെ അത് ഏറ്റെടുക്കാൻ ഒരാളുമില്ല എന്ന കൃത്യമായ തിരിച്ചറിവോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മത പുലർത്തുന്ന പ്രവാചക സുന്നത്തുകളെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പലതരത്തിലുള്ള പ്രയാസങ്ങളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളും അതിജീവിക്കുന്ന ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിലും ജോലികളിലും യാത്രകളിലും ഞങ്ങൾക്ക് നീ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അധ്യാപകർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സഹവസിക്കുവാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീനിൻ്റെ തെരുവുകളിൽ പാവപ്പെട്ട സാധാരണക്കാരായ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരി സഹോദരന്മാർ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നിന്നിൽ നിന്നുള്ള സഹായം അവരുടെ മേൽ നീ വർഷിപ്പിക്കണമേ. ശാശ്വതമായ സമാധാനവും പരിഹാരവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.